ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. സോ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് മോഡ് എഫക്റ്റ് ആണ്. ഗോസ്റ്റ് മോഡ് എഫക്റ്റ് എന്ന് പറയുന്ന 2 വീഡിയോ ലെയേഴ്സ് ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് അങ്ങനെ വരുന്ന ഒരു അടിപൊളി ഒരു എഫക്റ്റ് ആണ്. അപ്പം ഇത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസിഷൻ ആണ്. അടിപൊളിയായിട്ട് നിങ്ങളുടെ വീഡിയോസിനൊക്കെ യൂസ് ചെയ്താൽ നല്ല റീച്ചും ഒരു ക്വാളിറ്റി ടച്ച് നമുക്ക് കിട്ടും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അതിനായിട്ട് നമ്മളവിടെ ഫസ്റ്റ് 2 ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോയും ചെയ്യാവുന്നതാണ്. അപ്പം ഈ 2 ഫോട്ടോ ആണ് നമ്മൾ എടുത്ത് വെച്ചത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യത്തെ ഫോട്ടോയിൽ പോവുക. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. എന്നിട്ട് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച ഒരു ലെയർ പോവുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക. ഈ ഒരു 3rd ലെയർ ചൂസ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വീഡിയോൻ്റെ എവിടെ തൊട്ടാണോ നിങ്ങൾക്ക് ഗോസ്റ്റ് മോഡ് വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്യുക. ഏറ്റവും എൻഡിങ്ങിൽ പോയിട്ട് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 2 കീ ഫ്രെയിം സെൻറ്ററിലും എൻഡിങ്ങിലുമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു എൻഡിങ്ങിലെ 2nd കീ ഫ്രെയിം ഉണ്ടല്ലോ, എൻഡിങ്ങിൽ അതിൽ പോയിട്ട് ജസ്റ്റ് സൈസ് നല്ലോണം ഒന്ന് ഇൻക്രീസ് ചെയ്യുക. കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ നടുക്ക് പോയിട്ട് ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അത് ഈ ഒരു 3rd ഗ്രാഫ് ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, ഈ ഒരു 3rd ഗ്രാഫ് ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും ഔട്ട്പുട്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത അതേ ക്ലിപ്പിൽ പോയതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എടുക്കുക. നേരത്തെ ചെയ്ത പോലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നേരത്തെ അതിൻ്റെ അതേ സ്ഥലത്ത് ഒരു ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ 2 കീ ഫ്രെയിം ആഡ് കേട്ടോ. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് പോവുക. 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കീ ഫ്രെയിമിൽ നിങ്ങൾ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ഈ ഒരു വാല്യൂ 80 ആക്കി കൊടുക്കുക. ഒപ്പാസിറ്റി ഒന്ന് 80 ആക്കി കൊടുക്കുക. അതേപോലെ 2ാമത്തെ കീ ഫ്രെയിം പോയിട്ട് ശേഷം ഈ ഒരു വാല്യൂ നിങ്ങൾ 10 ആക്കി കൊടുക്കുക. ഓക്കെ, 10 ആക്കി കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ ഈ ഒരു ഗ്രാഫും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, സ്മൂത്ത് ഗ്രാഫാണ്. അപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ട് ആ ഒരു ഗോസ്റ്റ് മോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കണ്ടോ, അടിപൊളിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന എഫക്റ്റ് പോയിട്ട് ആഡ് ചെയ്യുന്ന എല്ലാ എഫക്റ്റും അതിൽ ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് ആഡ് ചെയ്താൽ കറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണോ വീഡിയോ വേണ്ടത് അതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ട് അടിപൊളി ഒരു ട്രെൻഡിങ് ട്രാൻസിഷൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് സ്പീഡിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം ജസ്റ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുക. ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച ലെയറിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് 2 കീ ഫ്രെയിം സെൻറ്ററിലൊക്കെ ആഡ് ചെയ്യുക. 2nd കീ ഫ്രെയിമിൻ്റെ സൈസ് നല്ലോണം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു നടുക്ക് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്യുക. ഈ ഒരു 3rd ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോലെ നേരത്തെ ചെയ്ത കാര്യം അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റുള്ള കീ ഫ്രെയിമിൽ നമ്മൾ 80 ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ആക്കുക. അതിനുശേഷം 2nd വന്നിട്ട് ഈ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയി 10 ആക്കി കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3rd ഗ്രാഫ് ആഡ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മളെ പരിപാടി. ഞാൻ ജസ്റ്റ് ഔട്ട്പുട്ട് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളി. നേരത്തെ പ്രിവ്യൂ കണ്ട പോലെ അടിപൊളി കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഓളിലോട്ട് ഇട്ടിരിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ റിയോ CR റെഡി. ബൈ ബൈ.